അപ്പം അവസാനം പറഞ്ഞ ലൈബ്രറിയിൽ ചെന്ന കാര്യമൊക്കെയാണ്. ലൈബ്രറി കാർഡ് എടുത്തു. തിരിച്ചു ബസ് നോക്കി നിന്നപ്പോൾ ഒരു ഹോട്ട് ഡോഗുകാരൻ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹോട്ട് ഡോഗ് വേണമെന്ന് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ എന്തോ ചോദിച്ചു. അപ്പം ഞാൻ ആ ചെറുക്കനോട് ചോദിച്ചത് എന്താ അവൻ ചോദിച്ചതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ഹോട്ട് ഡോഗ് വേണമെന്ന് ചോദിച്ചതാണ്. അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നാളങ്ങനെയൊക്കെ പോയി. ജോലി ഇല്ല, ജോലി എവിടെ കിട്ടുമെന്നറിയില്ല, ആരെയും പരിചയമില്ല. ആ സമയത്താണ് ഞാൻ ജിമെയിൽ ഉണ്ടാക്കിയത്. അവരുടെ കമ്പ്യൂട്ടറിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ജിമെയിൽ ഉണ്ടാക്കിയത്. ജിമെയിൽ ഉണ്ടാക്കി, ഓർക്കുട്ടിൽ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒരു പണ്ട് പരിചയമുള്ള ഒരുത്തനോട് ഞാനിങ്ങനെ ഓർക്കുട്ടിൽ ഫ്രണ്ട്സായി. അപ്പം അവനിങ്ങനെ ഷിക്കാഗോടെ എവിടെയോ ഉണ്ടെന്ന് ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു നിന്റെ ഫോൺ നമ്പർ എന്താന്ന്. ഇവൻ ഫോൺ നമ്പർ തന്നു. ഫോൺ നമ്പറും ഒക്കെ. അപ്പം ഞാനെന്നാ ആരുമില്ലാത്ത സമയത്ത് ഞാനിങ്ങനെ പതുക്കെ ഫോണിൽ ഞെക്കി നോക്കി. പക്ഷെ കോള് പോകുന്നില്ല. അതെന്താന്ന് മനസ്സിലായില്ല. പിന്നെ ഞാൻ ആൻറ്റിയോട് ഞാൻ ചോദിച്ചു ഇതെന്താ കോള് എന്ന്. അപ്പോൾ പറഞ്ഞു ഒന്ന് ഞെക്കിയിട്ട് വേണം നമ്പർ ഞെക്കാൻ. അതെനിക്കറിയില്ലായിരുന്നു. പിന്നെ അദ്ദേഹത്തെ വിളിച്ചില്ല. പിന്നെ ഒരു കോണ്ടാക്ട് ഓർക്കുട്ടിലേക്ക് ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ചെറിയ ഓർക്കുട്ട് വഴിയൊക്കെ ചെറിയ കമ്മ്യൂണിക്കേഷൻ നടത്തിയെന്ന് തോന്നുന്നു. കമ്മ്യൂണിക്കേഷൻ നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ചെറുതായിട്ട് ഒരു മെസ്സേജ് അയച്ചു. ഇങ്ങനെ പുള്ളി എന്തൊരു ഫോട്ടോ ഇട്ടായിരുന്നു. ഇങ്ങനെ ഫോട്ടോ ഇട്ടപ്പോൾ ഞാനൊരു കമൻറ്റ് ചെയ്തു. ആ ഒരു കമൻറ്റ് ചെയ്തതിന് പുള്ളി ഒരു മറുപടി തന്നു. കമന്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ബീർ കുടിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ കഞ്ചാവ് വലി ഉണ്ടോന്ന് ചുമ്മാ. അത് എന്താണ് അങ്ങനെ വെച്ചതെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തോ അയച്ചു, കൃത്യമായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഇവരുടെ ആവശ്യമില്ലാത്തതാർന്നോ അന്നത്തെ ഒരു ഇതിലെങ്കിൽ ചുമ്മാ അങ്ങനെ അയച്ചു. പക്ഷെ അത് ഫോൺ നമ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞിട്ടാട്ടോ അങ്ങനെ ഒരു കമൻറ്റ് വന്ന് അങ്ങനെ ചെയ്തത്. പിന്നെ പുള്ളിയുടെ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. പുള്ളി ഞാൻ ചത്തോ ജീവിച്ചോ ഞാൻ ശൂന്യമായിട്ട് ആവിയിലേക്ക് പറന്നുപോയോ എന്നൊന്നും പുള്ളി ചോദിച്ചില്ല കേട്ടോ. അതായത് ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ട് കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഈ കമ്പനീൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ പോയി, കോണ്ടാക്ട് പോയി. അപ്പം പിന്നെ ബാക്കി ഡിസംബർ മാസത്തിലേക്ക് തിരിച്ചു വരാം. 2008 ഡിസംബർ മാസം ആണ്. ഭയങ്കര തണുപ്പാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും മമ്മിയും പെങ്ങളും പോയി. ജോലിയുടെ കാര്യത്തിന് യാതൊരു ഐഡിയ ഇല്ല, ആരെയും കോണ്ടാക്ട് ഇല്ല. ആൻറ്റി മംഗളും അത്ര ഹെൽപ്പിങ് അല്ല. അവര് പറഞ്ഞു നേവിയിൽ പോയി ചേരാന്ന്. ഓക്കെ, അപ്പൊ നേവി ഏത് സ്ഥലത്തും പോയി ചേരാൻ തയ്യാറാണ്, വേറെ വഴികളൊന്നുമില്ല. അപ്പം അതിനുള്ള പേപ്പർ വർക്കൊക്കെ കുറച്ചൊക്കെ നടന്നു. അവിടെ ഓഫീസിൽ ചെന്നു, എന്തൊക്കെ അവിടെ കാണിച്ചു കൂട്ടി. പകുതി ഇംഗ്ലീഷാണ് മനസ്സിലാവുന്നുള്ളൂ, പകുതി പറയാനും അറിയില്ല. കാൽഭാഗം പറയാനറിയുള്ളൂ, പകുതിയെ മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഇടയിലാണ് അതിനൊക്കെ പോയത്. അവരൊരു പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷ എഴുതാനായിട്ട് രാവിലെ തന്നെ 4:30 എങ്ങാണ്ട് അവർ വീടിൻ്റെ അഡ്രസ്സിൻ്റെ അവിടെ വരും. അപ്പോൾ നോക്കി നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പൈസ ഉണ്ടായിരുന്നു. പൈസയ്ക്ക് കുറച്ച് മെറ്റീരിയലൊക്കെ തന്നായിരുന്നു. മെറ്റീരിയലൊക്കെ നോക്കി പഠിച്ചു. അന്ന് ഞാൻ ആദ്യമായിട്ട് അലിഗേറ്റർ എന്ന് കേൾക്കണം. അലിഗേറ്റർ
അതിനകത്ത് ഇങ്ങനെ മെറ്റീരിയലിനകത്ത് അലിഗേറ്ററിനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഇത് എന്താണ് അലിഗേറ്റർ എന്നാണെന്ന് നോക്കാനായിട്ട് ഗൂഗിളൊന്നും നോക്കാൻ എനിക്കറിയില്ല. ഡിക്ഷണറി അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ഊഹിച്ച് എന്തൊക്കെയോ പഠിച്ചു. അലിഗേറ്റർ എന്നാന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. പിന്നെ പൈസ മെറ്റീരിയലിനകത്ത് വന്നത്, മെറ്റീരിയലിനകത്തുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഏകദേശം അതിൻ്റെ അകത്ത് പൈസയ്ക്ക് വന്നത്. പൈസയ്ക്ക് നല്ല മാർക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി ഒന്നും നല്ല മാർക്കാന്നൊക്കെ പറഞ്ഞിങ്ങനെ റിക്രൂട്ടർ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. കാരണം പുള്ളി തന്നെ ഞെട്ടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് വലിയ ഇംഗ്ലീഷൊന്നും അറിയില്ല. പക്ഷെ നമ്മളിത് വായിക്കാനും എഴുതാനും അറിയാലോ. പക്ഷെ എന്നാലും നല്ലൊരു പോയിന്റ് കിട്ടിയെന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നെയും അങ്ങനെ ഒരു ന്യൂയോർക്ക് സിറ്റിയുടെ അവിടെ ഒരു ഇങ്ങനെ തന്നെ ഒരു ഓഫീസുണ്ട്, അവിടെ പോകണം. അപ്പോൾ ഞാൻ താമസിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഏകദേശം 1 മണിക്കൂർ അടുത്തുണ്ട് അങ്ങോട്ടുള്ള വഴി അത്രയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അലാറൊക്കെ വെച്ചിട്ടുണ്ട്. അലാറം ക്ലോക്ക് വെച്ചിട്ട് എഴുന്നേക്കും. കഴിക്കാനൊന്നുമില്ല, അവിടെ ആരെന്ത് കഴിക്കാനുള്ളത്, അവിടെ ആരും എടുത്ത് തരാനൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ എഴുന്നേക്കും, ബാഗ് എന്തൊക്കെയാണ്ടൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പാർട്ട്മെന്റിന്റെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ അവരിങ്ങനെ ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അവരത് ചോദിച്ചാൽ കൂട്ടി തന്നു. 2 തവണ പോയി എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ മൊത്തത്തിൽ ഒന്ന് പരീക്ഷയ്ക്ക് പോകാനും പിന്നെ ഒന്ന് ഇങ്ങനെ റിക്രൂട്ട്മെന്റ് സമയത്തും പിന്നെ 1 തവണ കൂടെ എനിക്ക് തോന്നുന്നു മൊത്തം 3 തവണ പോയി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ തോന്നുന്നുണ്ട്. അപ്പം ഇങ്ങനെ രാവിലെ എഴുന്നേക്കുന്നു, ഒന്നും കഴിക്കാനില്ല, ആരും ഭക്ഷണം ഒന്നുമില്ല. പച്ചവെള്ളം പോലും കുടിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല. ചുമ്മാ അങ്ങ് എഴുന്നേറ്റ് പോവുക. ഇവിടെ പച്ചവെള്ളം ചോദിക്കാനിരിക്കുന്നു, ആര് പച്ചവെള്ളം തരാനിരിക്കുന്നു, ആരെന്തെങ്കിലും കഴിച്ചോന്ന് ചോദിക്കുന്നു. In a quarter mile, turn right onto North Wolf Road. അവിടെ ചെന്ന് കഴിയുമ്പോ മിക്കവാറും 1 തവണ എന്തോ ഭക്ഷണം അവിടെ നിന്ന് തന്നായിരുന്നു. അവിടെ നിന്ന് തന്നെ അവര് ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് ചെന്നപ്പോ ഭക്ഷണത്തിനുള്ള സാധനമൊന്നും ഉണ്ടായിരുന്നു. At the light, turn right onto North Wolf Road. Continue on North Wolf Road for 3/4 of a mile. ഭക്ഷണത്തിനുള്ള സാധനം പിന്നെ ആദ്യത്തെ പരീക്ഷയ്ക്ക് ആദ്യ പരീക്ഷയ്ക്ക് പോയി എന്ന് പറഞ്ഞില്ലേ, പരീക്ഷയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും കഴിക്കാനൊന്നും കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് വിശന്നുമായിട്ടും എനിക്ക് ഓർമ്മയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വിശപ്പൊന്നും ഇല്ലല്ലോ, ആകെ ടെൻഷനും ഭാവിനെ കുറിച്ചുള്ള അങ്കലാപ്പുമാണ് കൂടുതൽ. എന്ത് ചെയ്യും എന്നറിയില്ല, ഭാഷ അറിയില്ല, ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരെ അധികം ആൾക്കാരെയൊന്നും ആ ഭാഗത്തൊന്നും കാണാനൊന്നും പറ്റിയില്ല, ആരെയും കാണാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ആശങ്കയിലായിരുന്നു. പിന്നെ ഈ ഇവിടെയുള്ള റിക്രൂട്ടർമാരുടെ ഓഫീസിലുള്ളവന്മാരും അങ്ങനെ പറയുന്നൊന്നും കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ മൊത്തത്തിൽ കുറച്ചൊക്കെ അവരങ്ങനെ അത്രയും വലിയ അവരവരുടെ ലോകത്തൊക്കെ ആയിരുന്നു. അവരുടെ കാറിൽ കയറി ഇങ്ങനെ ആ പരീക്ഷയ്ക്കൊക്കെ പോയി. പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. അതെനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് റിക്രൂട്ട്മെൻറ്റ് ഓഫീസിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്കിളെ അവിടെ നിന്ന് ഫോണിൽ വിളിച്ചു. അങ്ങനെ ഫോണിൽ വിളിച്ചപ്പോൾ അങ്കിള് വന്നു. അതിനു മുമ്പ് ഒരു ഗ്യാസ് സ്റ്റേഷനിൽ In 1000 feet, turn right onto West Palmer Avenue. ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന്, അതായത് കൺവീനിയൻസ് സ്റ്റോർ, ഇവിടെയുള്ള സ്റ്റോറിൽ നിന്നൊരു എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ വൈറ്റമിൻ വാട്ടർ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതാ എനിക്കറിയുള്ളൂ. At the light, turn right onto West Palmer Avenue. ഇതെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അത് തന്നു, വാങ്ങിച്ചു തന്നിട്ടു. അവരത് പേ ചെയ്തു. പിന്നെ പിസ്സ വേണോന്ന് ചോദിച്ചു. അപ്പോൾ പിസ്സ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പിസ്സയെങ്കിൽ പിസ്സ. അപ്പോൾ അവർ പിസ്സ എങ്ങനെയാണോ പിസ്സ അവിടെ ഉണ്ടായിരുന്നു അത് കഴിച്ചു. വൈറ്റമിൻ വാട്ടർ കുടിച്ചു. പൈസയുടെ ആ ദിവസത്തിലെ കാര്യമാണ് പറയുന്നത്.
അതിൻ്റെ ഒരു ഞാൻ ഇതൊരു ഡെലിവറിക്ക് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്പ്ലാഷ് ട്രാൻസ്പോർട്ടോ അങ്ങനെ ഏതാണ്ടൊരു ഓഫീസിലേക്ക് ഒരു പാർട്സ് എത്തിക്കാനുള്ള പരിപാടിയാണ്. കൃത്യമായിട്ട് അറിയില്ല, ഒന്ന് നിർത്തിയിട്ട് നോക്കാം അഡ്രസ്സ്.